നമസ്കാരം. എല്ലാവർക്കും AstroDigit.gp ഹാർദമായ സ്വാഗതം. ഇന്ന് നമുക്ക് 6 എന്നുള്ളൊരു സംഖ്യയെക്കുറിച്ച് ചിന്തിക്കാം. 6 എന്നുള്ളൊരു സംഖ്യ, അതിനോട് സാമ്യം വരുന്ന മറ്റു സംഖ്യകൾ, ഒന്ന് 15 മറ്റൊന്ന് 24. അപ്പോൾ എങ്ങനെയാണ് 6നോട് സാമ്യം 15 ഉണ്ടാകുന്നത് വെച്ചാൽ 1 + 5. അതുപോലെ തന്നെയാണ് 24 2 + 4. അപ്പോൾ ഒരു മാസത്തിലെ 6 എന്നുള്ളൊരു ഡേറ്റിന് അതിനോട് സാമ്യം വരുന്ന മറ്റു ഡേറ്റുകൾ, ഒന്ന് 15 മറ്റൊന്ന് 24. അപ്പോൾ ഇവയ്ക്കെല്ലാം തന്നെ ഏറെക്കുറെ 6ൻ്റെ സ്വഭാവ രീതികൾ ഉണ്ടായിരിക്കുമെന്നുള്ളതാണ്. അപ്പോൾ 6 എന്നുള്ള സംഖ്യ പ്രതിദാനം ചെയ്യുന്ന ഗ്രഹം ശുക്രനാണ്. ശുക്രൻ സമ്പത്തിൻ്റെ, ലൗകികതയുടെ, ഭൗതികതയുടെ, വർണ്ണങ്ങളുടെ ഒക്കെ ഒരു ഗ്രഹമായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 6 വളരെ ശ്രേഷ്ഠമായ ഒരു നമ്പറാണ്. അത് പ്രതിദാനം ചെയ്യുന്ന ശുക്രൻ വളരെ ശ്രേഷ്ഠമായ ഒരു ഗ്രഹവുമാണ്. അപ്പോൾ ഈ 6, 15, 24 എന്നീ ഡേറ്റുകളിൽ ജനിച്ചവരുടെ സ്വഭാവ രീതികൾ നമുക്കൊന്ന് നോക്കാം. ആകർഷമായൊരു വ്യക്തിത്വം വെച്ചു പുലർത്തുന്നവരാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ആകർഷിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ ആരാധനാ കഥാപാത്രങ്ങളാകുന്നു എന്നുള്ളതാണ്. ഇത് നിങ്ങളെടുക്കേണ്ടത് അവരവരുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും അവരവരുടെ തന്നെ പ്രവർത്തന മേഖലകളിൽ നിന്ന് തന്നെയായിരിക്കണം. അപ്പോൾ ആരെയും ആകർഷിക്കുന്ന ഒരു വ്യക്തിത്വം, അതുകൊണ്ട് തന്നെ ഇവരെ എല്ലാവരും ഒരു ആരാധന കഥാപാത്രമായിട്ടും കാണാറുണ്ട് എന്നുള്ളതാണ്. പിന്നെ ആകർഷമായി തന്നെയാണ് ഇവരെപ്പോഴും ഡ്രസ്സ് ചെയ്യുക, വസ്ത്രം ധരിക്കുക. നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ടാണ് ഇവർ പുറത്തേക്കായാലും വീട്ടിലാണെങ്കിലും ഉണ്ടാക്കുക എന്നുള്ളത്. പിന്നെ മൂന്നാമതായി പറഞ്ഞാൽ അടുക്കും ചിട്ടയൊന്നില്ലായ്മ, അല്ലെങ്കിൽ കാര്യപ്രാപ്തി ഇല്ലായ്മ, വൃത്തിയില്ലായ്മ, ഇതിനോടൊന്നും ഒരു വിധത്തിലും ഇവർ യോജിക്കുന്നവരേയല്ല. അത് അവരിലും മറ്റുള്ളവരിലും വേണമെന്ന് നിഷ്കർഷിക്കുന്നവരുമാണ്. മൂന്നാമതായി, സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്ത് ത്യാഗവും എന്ത് വിട്ടുവീഴ്ചയും തയ്യാറാകുന്ന ഒരു പ്രകൃതമുള്ളവരാണ്. പിന്നെ ഇവരുടെ മറ്റൊരു സ്വഭാവം, ഇവരുടെ ആശയങ്ങൾ പ്രായോഗിക തലത്തിലെത്തിക്കാൻ നിർബന്ധ ബുദ്ധിയോടെ തന്നെ പ്രവർത്തിക്കുന്നവരാണ്. പിന്നെ കലാകാരന്മാരോടൊക്കെ വളരെ ഔദാര്യ മനോഭാവത്തോടെ ഇവർ പെരുമാറാറുള്ളൂ. ഇവരിൽ പലരും കലാകാരന്മാരാണ്. അപ്പോൾ കലാകാരന്മാർ ഏത് വിധത്തിലുള്ള കലാകാരന്മാരോടാണെങ്കിലും വളരെ ഔദാര്യ മനസ്ഥിതിയോടെ പെരുമാറുന്നവരാണ്. പിന്നെ നയതന്ത്രജ്ഞത കൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുവാൻ ഇവർക്ക് സവിശേഷമായൊരു കഴിവുണ്ട്. അപ്പോൾ 6 എന്നുള്ള സംഖ്യയുടെ ഏറ്റവും പവർഫുള്ളായി വരുന്ന മാസം ഏതെന്ന് ചോദിച്ചാൽ ഏപ്രിൽ
22 മെയ് 27 വരെയാണ്. അപ്പോൾ ആ കാലയളവിൽ ജനിച്ചവർക്ക് ഗുണബലങ്ങൾ കൂടിയിരിക്കും, അല്ലാത്തവർക്ക് കുറച്ചൊക്കെ കുറഞ്ഞിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഗ്രഹം ശുക്രനാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പം നിങ്ങളുടെ ജാതകത്തിൽ ശുക്രൻ മീനം രാശിയിലാണ് കിടക്കുന്നതെങ്കിൽ അത് ഉച്ചമായൊരു സ്ഥലമാണ്. കന്നിയിലാണെങ്കിൽ നീചമായൊരു സ്ഥലമാണ്. അപ്പോൾ നിങ്ങളുടെ ജാതകത്തിലെ ശുക്രൻ്റെ ദോഷങ്ങൾ ഉണ്ടാകുന്നത് മാറ്റിയെടുക്കുക. നവഗ്രഹ പൂജയുള്ള അമ്പലത്തിൽ ശുക്രഭഗവാന് വഴിപാട് അർപ്പിക്കുന്നത് കൊണ്ട് ആ ദോഷവശങ്ങൾ കുറഞ്ഞിരിക്കും എന്നുള്ളതാണ്. 6ൻ്റെ കൂടുതൽ വിവരങ്ങളുമായി അടുത്ത ലക്കത്തിൽ. നമസ്തേ.